നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്ര വിവാഹമോചനങ്ങളാണ് ഒരു വർഷം നടക്കുന്നത്? കണക്കുകൾ പറയുന്നത് 1,10,000 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 33,000-ഓളം കേസുകൾ കുടുംബ കോടതിയിൽ എത്തുന്നു എന്നാണ്. കൂടാതെ 8 മുതൽ 10% വരെയാണ് വിവാഹമോചനത്തിന്റെ നിരക്ക്. ഒരു വിവാഹം നടക്കുന്നതിന് മുമ്പായിട്ട് കൃത്യമായ അന്വേഷണങ്ങളും മറ്റും നടക്കുന്നു. കൂടാതെ ലവ് മാരേജ് ആണെങ്കിൽ പരസ്പര ധാരണയോടുകൂടി പരസ്പരം വർഷങ്ങളായിട്ട് പ്രണയിച്ച് നടന്നിട്ട് വിവാഹത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ആഡംബരത്തോടു കൂടി 2-3 ദിവസങ്ങളിൽ വിവാഹം നടത്തുന്നു. വലിയ ചെലവുകൾ ഇതിനായിട്ട് വരുന്നു. എന്നിട്ടും ഇതിൻ്റെ ഒരു ഗൗരവം വിവാഹം കഴിഞ്ഞതിന് ശേഷം ആരിലും കാണുന്നില്ല എന്നതൊരു നഗ്ന സത്യമാണ്. ഇനി എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇത്രയും വിവാഹങ്ങൾ വിവാഹമോചനത്തിലേക്കും കേസിലേക്കും എത്തുന്നത്? ഒരു കൗൺസിലർ എന്ന നിലക്ക് കഴിഞ്ഞ 16 വർഷത്തെ സർവീസിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായിട്ട് പരസ്പര ധാരണയില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ്. 2, ആശയവിനിമയം പരസ്പരം നടക്കുന്നില്ല പലരിലും എന്നതാണ്. മൂന്നാമതായിട്ട് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് സ്ത്രീകൾക്ക് പലർക്കും ജോലി ഇല്ലാതിരുന്ന ഒരു കാലം. അന്ന് കുറച്ചുകൂടി വിവാഹമോചനങ്ങൾ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി അത് ഇതിനൊരു കാരണമാകുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് സ്വാതന്ത്ര്യം വേണ്ട എന്നല്ല പറഞ്ഞത്. ഇനി മാറുന്ന ജീവിത ശൈലി, അതോടൊപ്പം തന്നെ ഈ വിവാഹത്തിലേക്ക് വരുന്ന 2 പേർക്കും ഉള്ള അമിതമായ പ്രതീക്ഷകൾ നടക്കാതെ വരുന്നത് ഒരു കാരണമാണ്. കൂടാതെ ലഹരിയുടെ ഉപയോഗവും അതുപോലെ തന്നെ ഗാർഹിക പീഡനവും അതോടൊപ്പം തന്നെ ഈ അമ്മായിയമ്മ പോര്, നാത്തൂൻ പോര് പോലെയുള്ള കാര്യങ്ങളും ഇതിന് കാരണമാകുന്നുണ്ട്. ഇനി സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗവും അവിഹിത അല്ലെങ്കിൽ എക്സ്ട്രാ മെരിറ്റൽ ബന്ധങ്ങളും വിവാഹമോചനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുടുംബങ്ങൾ അനാവശ്യമായിട്ട് ഇതിൽ ഇടപെടുന്നൊരു വിഷയമുണ്ട്. ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ കുടുംബങ്ങൾ അതിൽ ഇടപെട്ട് ഇത് കൂടുതലായിട്ട് വഷളാക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതിൽ നിന്നൊക്കെ മാറാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് മധ്യസ്ഥം നടത്തുന്നതിന് പകരമായിട്ട് നല്ലൊരു കൗൺസിലറെ കണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയ ക്വാളിഫൈഡ് ആയ ഒരു കൗൺസിലറെ കണ്ടിട്ട് അദ്ദേഹവുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക. 2-3 സെഷന് ശേഷം ഇവർക്ക് കൃത്യമായിട്ട് നല്ല ജീവിതം നയിക്കാനായിട്ട് കഴിയുമെന്നതിൽ തർക്കമില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 16 വർഷമായിട്ട് ഇതുപോലെ ഒരുപാട് ആളുകളെ കൂട്ടി ഇണക്കാനും നല്ല ജീവിതത്തിലേക്ക് എത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്.